ആ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ പൂജാമുറിയിലായിരിക്കുന്നു. ഭക്തിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയേണ്ട സമയാ പ്രതിഭ ഇത്. ദൈവഹിതം നിനക്ക് അനുകൂലമായിട്ട് വന്നോണ്ടിരിക്കുക. അതിനിടയിൽ അനുപമയെ പോലുള്ളവർ വന്ന് നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കും. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. അനുപമ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല സുശീലേച്ചി. അതെ, പ്രതിഭയുടെ കാര്യത്തിൽ ഇനി ഇടപെടരുതെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. അതെ സുശീലെ, ഒരു കണക്കിന് സുശീലയും അനുപമയും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി. ഇനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അനുപമ കാണിക്കില്ല. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ, ഇവൾ അങ്ങോട്ട് പോയാലും പോരെ? അവള് തന്ന ധൈര്യത്തിന്റെ പുറത്താ നീ സത്യനോട് പോലും ചോദിക്കാതെ എന്റെ വീട്ടിലേക്ക് കയറി വന്നെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുടുംബത്തിലെ അവസാന വാക്ക് ഞാനാ മോളെ. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കിയ കൊള്ളാം. പ്രതിഭയെ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സുശീലെ. കടുത്ത തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം നീ തന്നെ ഉണ്ടാക്കിയല്ലോ. പ്രതിഭ മോൾക്ക് അത് മാത്രം മതി, അല്ലേ മോളെ? ഈ മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ സുശീലേച്ചി നിങ്ങൾ വിളിച്ചു പറഞ്ഞ ഉടനെ ഇവള് മൗനവ്രതം തുടങ്ങിയത്? എനിക്ക് വഴങ്ങിയ നിന്റെ സമയം തെളിഞ്ഞു എന്നാ പ്രതിഭ അതിന്റെ അർത്ഥം. നിന്റെയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും ദോഷം മാറിക്കിട്ടാൻ കുറച്ചു നാളായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അവസാനം മാടങ്കണ്ടിയിലെത്തിയത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാ മതി. അവിടുന്നൊരു കാര്യം ഏറ്റാൽ ഏറ്റതാ. നിന്റെ വയറ്റിലെ കുഞ്ഞ് ദോഷങ്ങളൊന്നുമില്ലാതെ ജനിക്കുമെന്ന് മാടങ്കണ്ടി കാരണവർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പത്യവും പ്രാർത്ഥനയും അനുഷ്ഠിക്കണം. അത് തെറ്റിച്ചാൽ അതോടെ എല്ലാം തീരുവേ. ഇല്ല സുശീലെ, ഇനി നീ എന്ത് പറഞ്ഞാലും പ്രതിഭ മോളത് അനുസരിക്കും. അതെ, ഇവള് കൈവിട്ട് കളയാൻ നോക്കിയ ജീവനല്ലേ. ആ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്റെ മോള് എന്തും ചെയ്യും, അല്ലേ മോളെ? ഇതേ ദേഹരക്ഷയ്ക്ക് 7 ദിവസം ഈ ഏലസ് അരിയിൽ കെട്ടണം. അതുപോലെ 7 ദിവസം മുടങ്ങാതെ രാവിലെയും രാത്രിയും ഈ ലേഹ്യവും സേവിക്കണം. ഈ ഏലസ് ധരിക്കുന്നതോടെ അവളുടെ മനസ്സ് സുശീലയോടൊപ്പം വന്നു തുടങ്ങും. ഒപ്പം ലേഹ്യം കൂടി അകത്ത് ചെന്നാൽ അവൾ പോലും അറിയാതെ അവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവന്റെ തുടിപ്പ് എന്നേക്കുമായി നിലയ്ക്കും. പിന്നെ ഈ ഏലസ് കുഞ്ഞിന്റെ ജന്മദോഷം മാറിക്കിട്ടാനും ഈ ലേഹ്യം കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയുള്ളതാ. ഭക്തിയോടും ചിട്ടയോടും കൂടി ഇപ്പൊ തന്നെ ആരംഭിക്കാം. ഏലസും കെട്ടി ഔഷധവും സേവിച്ചു കഴിഞ്ഞാ പ്രതിഭയ്ക്ക് മൗനവ്രതം അവസാനിപ്പിക്കാം. എന്താ സുധ? സുശീലെ, ആയിക്കോട്ടെ. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. വേറൊന്നും വേണ്ട. പൂജാമുറിയിലെ 5 തിരിയിട്ട വിളക്ക് വെക്കണം, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ ഇപ്പൊ വെക്കാം. പ്രതിഭേ, നിനക്ക് സന്തോഷായില്ലേ ഇപ്പോ?